ഓക്കെ ഡിയേഴ്സ്, നമ്മൾ ഓൾറെഡി ലൈബ്രറി കോഴ്സുകളെ കുറിച്ചിട്ട് 3 നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി 4th വൺ, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ലൈബ്രറി ഓട്ടോമേഷൻ ആൻഡ് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കോഴ്സാണ്. PGDLAN എന്ന് പറഞ്ഞിട്ടുള്ളൊരു കോഴ്സാണ്. ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ മോഡിലാണിത്. നിങ്ങൾക്ക് ജോലി ഉള്ളവർക്കും ജോലി ഇല്ലാത്തവർക്കും കോളേജിൽ പോകാതെ തന്നെ പഠിക്കാൻ പറ്റുന്ന ഒരു കോഴ്സാണിത്. എങ്കിൽ നിങ്ങൾ പ്രാക്ടിക്കലിന് പോവേണ്ടി വരും. അതുപോലെ തന്നെ ഇതൊരു 1 ഇയർ ഡ്യൂറേഷൻ വരുന്ന കോഴ്സാണ്, ഡിപ്ലോമ കോഴ്സാണ്. മാക്സിമം 2 ഇയർ ആണ് നിങ്ങൾക്ക് ഇഗ്നോ അനുവദിച്ച് തരുന്നത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പഠിക്കുന്ന മീഡിയം എന്ന് പറയുന്നത് ഇംഗ്ലീഷിലാണ്. സ്പെഷ്യലൈസേഷൻ വരുന്നത് ലൈബ്രറി ഓട്ടോമേഷൻ ആൻഡ് നെറ്റ്വർക്കിംഗ് എന്നായിരിക്കും സർട്ടിഫിക്കറ്റിൽ വരുന്നത്. ഇത് നിങ്ങളുടെ ഓൾറെഡി ഉള്ള ഒരു ലൈബ്രറി സെക്ഷനിലുള്ള നിങ്ങളുടെ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യാനും കഴിവ് കൂട്ടുവാനും വേണ്ടിയിട്ടാണ് ഈ ഒരു കോഴ്സ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ നെറ്റ്വർക്ക്ഡ് എൻവറോൺമെൻറ്റിൽ, അതായത് കമ്പ്യൂട്ടറൈസ്ഡ്, അത് ഇന്നത്തെ കാലത്തുള്ള കമ്പ്യൂട്ടറൈസ്ഡ് ലൈബ്രറികൾ, ആ ഒരു എൻവറോൺമെൻറ്റിനെ കുറിച്ച് കൂടുതൽ പഠിക്കുവാൻ വേണ്ടിയിട്ടാണ്. ടെക്നിക്കൽ സ്കില്ല് കൂടി ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ പ്രാക്ടിക്കൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കഴിവ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു കോഴ്സാണ്. ഓൾറെഡി ലൈബ്രറി സെഷനുമായിട്ട് ആ ഒരു മേഖലയുമായി ബന്ധപ്പെട്ട ആളുകൾക്കാണ് ഇത് ഉപകാരപ്പെടുന്നത് കൂടുതലായിട്ടും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ എലിജിബിലിറ്റി വരുന്നത് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസിൽ നിങ്ങൾക്ക് ഡിഗ്രി ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു കോഴ്സ് ചെയ്യാൻ കഴിയുള്ളൂ. അതുപോലെ തന്നെ ഫീസ് സ്ട്രക്ചർ എന്ന് പറയുന്നത് 18,000 രൂപ പ്ലസ് 700 രൂപ നമ്മൾ പറയുന്ന രജിസ്ട്രേഷൻ ഫീ, ഡെവലപ്മെൻറ്റ് ഫീ ആണ് അതിൽ വരുന്നത്. അപ്പോൾ ഇത്രയും കോഴ്സുകളാണ് ഇതിൽ പഠിക്കാനുള്ളത്. പ്രാക്ടിക്കൽ ഏതെല്ലാം എത്ര എണ്ണം ഉണ്ട് എന്ന് നമുക്ക് നോക്കാം. 1, 2, 3, 4, 5, 6, 7, 8. പിന്നെ C++ പ്രോഗ്രാമിങ്, അങ്ങനത്തെ പ്രോഗ്രാമിങ്ങും കൂടി ഇതിൽ പഠിക്കാനുണ്ട്. അപ്പോൾ ഇതെല്ലാം കമ്പ്യൂട്ടർ ബേസ്ഡ് ഉള്ള ഒരു കോഴ്സാണിത്. സബ്ജക്റ്റുകളാണ് പഠിക്കാനുള്ളത്. അപ്പോൾ നിങ്ങളിതൊന്ന് ശ്രദ്ധിച്ച് നോക്കി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം കോഴ്സ് തിരഞ്ഞെടുക്കുക. അപ്പോൾ നമുക്ക് ഇത് നമ്മുടെ കേരളത്തിലെ ഏതൊക്കെ സ്റ്റഡി സെൻറ്ററിലാണിത് നടത്തപ്പെടുന്നത് എന്നുള്ളതൊന്ന് നോക്കാം. ഓക്കെ, കേരളത്തിലൊന്നും കാണുന്നില്ല. കേരളത്തിൽ ട്രിവാൻഡ്രത്ത് മാർ ഇവാനിയസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കോളേജിലാണ് ഈ ഒരു കോഴ്സ് നൽകപ്പെടുന്നത്. പിന്നെ നമുക്ക് കൊച്ചിൻ ഭാഗത്തും അതുപോലെ തന്നെ വടകര ഭാഗത്തും ഈ ഒരു കോഴ്സിനെ ചെയ്യാൻ സാധിക്കില്ല. കേരളത്തിലുള്ളവർക്ക് ഇനി പുറത്ത് ജോലി ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കോളേജുകളിൽ ഏതാണോ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഇന്ത്യയിൽ, ഇപ്പോൾ നമ്മൾ കേരളത്തിലാണെന്ന് വിചാരിച്ചിട്ട് ട്രിവാൻഡ്രത്ത് തന്നെ എടുക്കണം എന്നൊന്നുമില്ല. പാട്നയിലെടുക്കുക, ആഗ്രയിലെടുക്കുക, ഡൽഹിയിലെടുക്കുക, ഭോപ്പാലിലെടുക്കുക, എവിടെ വേണമെച്ചാലും എടുക്കാം. പക്ഷെ നിങ്ങൾ അവിടെ പ്രാക്ടിക്കലിന് അവിടെ പെടാൻ സാധിക്കണം. അങ്ങനെ അത്തരത്തിലുള്ളൊരു കോഴ്സാണിത്. പ്രാക്ടിക്കൽ ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പ്രാക്ടിക്കൽ അറ്റൻഡ് ചെയ്യേണ്ടി വരും. അതുപോലെ അതിൻ്റെ റെക്കോർഡ്സ് സബ്മിറ്റ് ചെയ്യേണ്ടി വരും, അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യേണ്ടി വരും. അതിനൊക്കെ നമ്മൾ ആ ഒരു സെൻറ്ററിലേക്ക് പോവേണ്ടി വരും. തിയറി എക്സാംസ് എഴുതാൻ നിങ്ങൾക്ക് ഏത് കോളേജും ഇന്ത്യയിലുള്ള ഏതെല്ലാം കോളേജുകൾ അവൈലബിൾ ആണോ എക്സാം രജിസ്ട്രേഷൻ, അതിലൊക്കെ നിങ്ങൾക്ക് തിയറി എക്സാംസ് അതിന് സീറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പക്ഷേ പ്രാക്ടിക്കൽ നിങ്ങൾ ചെയ്യേണ്ടത് സ്റ്റഡി സെൻറ്ററിൽ വെച്ച് തന്നെ ആയിരിക്കണം. അപ്പോൾ ഈ ഒരു കോഴ്സ് എടുക്കാൻ താല്പര്യമുള്ളവർ എഡ്യൂഫിക്സ് അക്കാദമിയുമായി ബന്ധപ്പെടുക. നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വാട്സപ്പ് ചാനലിൽ ലോഗിൻ ചെയ്യുക. താങ്ക്